നമസ്കാരം. മലയാളികൾക്ക് എന്നും അത്ഭുതമാണ് സന്തോഷ് പണ്ഡിറ്റ്. എന്നാൽ അദ്ദേഹം വെറും ഒരു സിനിമാക്കാരൻ മാത്രമല്ല. താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ നടപ്പിലാക്കാൻ പോകുന്ന 33 സ്വപ്ന പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അഴിമതിയില്ലാത്ത, ലഹരിയില്ലാത്ത ഒരു പുതിയ കേരളമാണ് പണ്ഡിറ്റിന്റെ ലക്ഷ്യം. എന്തൊക്കെയാണ് ആ 33 പ്രഖ്യാപനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ 7 മുൻപേ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയുള്ളതിലേക്ക് കടക്കാം. ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകൾ അടച്ചിരിക്കും. ഓഫീസ് സമയം രാവിലെ 9:15 മുതൽ വൈകുന്നേരം 5:30 വരെ ക്രമീകരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള വാർഷിക സർക്കാർ ടൂറുകൾ നിർബന്ധമായിരിക്കും. ചെലവുകൾ വഹിക്കും. പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള തകർന്ന റോഡുകൾ നന്നാക്കുന്നതിനാണ് മുൻഗണന നൽകുക. ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിനായി കുടുംബശ്രീ പരിപാടികളുടെ പിന്തുണയോടെ എല്ലാ മലയാളികളും പ്രഭാത വ്യായാമങ്ങൾ നിർബന്ധമായും ചെയ്യണം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഹോട്ടലുകളിൽ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാണ്. ഉച്ചഭക്ഷണത്തിന് 25 രൂപ, പ്രഭാത ഭക്ഷണത്തിന് 15 രൂപ, അത്താഴത്തിന് 15 രൂപ. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ അവിവാഹിതരായ സ്ത്രീകൾക്കും പ്രതിമാസം 3000 രൂപ ലഭിക്കും. പിന്നീട് വിധവകളെയും ഗുരുതരാവസ്ഥയിലുള്ള വ്യക്തികളെയും പരിഗണിക്കും. ലാഭം കൈവരിക്കുന്നതുവരെ KSRTCയിൽ പുതിയ നിയമനങ്ങൾ ഉണ്ടാകില്ല. റൂട്ടുകൾ പുനഃപരിശോധിക്കുകയും നിരക്ക് ക്രമീകരണം വരുത്തുകയും ചെയ്യും. ടൂർ പാക്കേജുകളും ശബരിമല പ്രവർത്തനങ്ങളും ബജറ്റിന് അനുയോജ്യമായിരിക്കും. വിദ്യാഭ്യാസ മന്ത്രിമാർ യോഗ്യതയുള്ള പ്രൊഫഷണലുകളായിരിക്കും. അവർ സ്കൂളിലേക്കും കോളേജുകളിലേക്കും കൂടുതൽ തൊഴിലധിഷ്ഠിത പ്രൊഫഷണൽ കോഴ്സുകൾ കൊണ്ടുവരും. വിദേശത്ത് പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം ലഭിക്കും. സദാചാര പോലീസിംഗ് കർശനമായി നിരോധിക്കും. മുതിർന്നവർ തമ്മിലുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ ഇടപെടില്ല. പൊതുജന അവബോധ വീഡിയോകൾ പങ്കിടും. ഹെൽമറ്റ് നടപ്പിലാക്കുന്നതിൽ ഇളവ് വരുത്താൻ പോലീസിന് നിർദ്ദേശം നൽകും. അപകടങ്ങളിൽ തലയ്ക്ക് ഉണ്ടാകുന്ന പരിക്കുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. തദ്ദേശ വാർഡ് കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുക. അവയ്ക്ക് ധനസഹായം നൽകുക. യോഗ്യതയുള്ള പുരുഷ വനിതാ പ്രതിനിധികളെ നിയമിക്കുക. അടിയന്തര ഘട്ടങ്ങളിൽ പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുക. ദുരിതബാധിത വീടുകളിലെ കുട്ടികൾക്ക് സൗജന്യ ഭക്ഷണം ഉൾപ്പെടെ കേരളീയരല്ലാത്തവർ ഉൾപ്പെടെ എല്ലാ താമസക്കാരുടെയും പൂർണ്ണ രേഖകൾ സൂക്ഷിക്കുക. കേരളത്തിലെ തദ്ദേശീയരല്ലാത്ത തൊഴിലാളികൾ പുതിയ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. തൊഴിലുടമകൾ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളെ മാത്രമേ നിയമിക്കാവൂ. അല്ലെങ്കിൽ കനത്ത പിഴ ഈടാക്കും. ഓരോ പൗരനും ഒരു സവിശേഷ തിരിച്ചറിയൽ കാർഡ് സംവിധാനത്തിലൂടെ വർഷം തോറും പൊതുജന സന്തോഷം അളക്കും. രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ വിവരങ്ങൾ പങ്കിടുന്നതിന് ഔദ്യോഗിക സർക്കാർ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ചാനലുകൾ ആരംഭിക്കുക. മദ്യം, ലോട്ടറി നികുതി, മറ്റ് ചെറിയ ചാർജുകൾ എന്നിവയ്ക്കായി കേരളം കേന്ദ്ര വായ്പകളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുക. പുതിയ നികുതി നയങ്ങൾ പുനഃപരിശോധിക്കുക. ചെലവ് കുറഞ്ഞതും ഉയർന്ന നിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക. വ്യവസായങ്ങൾ, ഫാക്ടറികൾ അല്ലെങ്കിൽ ആശുപത്രികൾ അനാവശ്യമായി അടച്ചുപൂട്ടുന്ന നിയന്ത്രണ അധികാരങ്ങളുടെ ദുരുപയോഗം തടയുക. പകർച്ചവ്യാധികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും നദീമലിനീകരണം തടയുകയും ചെയ്യുക. എല്ലാ പുതിയ കടകൾക്കും വാണിജ്യ കെട്ടിടങ്ങൾക്കും ഗ്രൗണ്ട് ലെവൽ പാർക്കിംഗ് ആവശ്യമാണ്. രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വനിതാ പോലീസ് വഴിയും ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സുരക്ഷിതമായ ഗതാഗതത്തിനായി ഒരു പ്രത്യേക ആപ്പ് വഴിയും പിന്തുണ നൽകുക. ആരോഗ്യമന്ത്രിയായി യോഗ്യതയുള്ള പ്രൊഫഷണലുകളെ നിയമിക്കുക. കേരളത്തിലുടനീളം സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ വൈദ്യ ചികിത്സ ഉറപ്പാക്കുക. സ്കൂൾ, കോളേജ് സ്പെഷ്യൽ ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റുക. അവധി ദിവസങ്ങൾ, ഉത്സവങ്ങൾ, കോളേജ് ദിനങ്ങൾ, ടൂറുകൾ എന്നിവയുമായി ഒത്തുചേരും. ഈ പട്ടിക ഒരു സ്വപ്നമാണെന്നും തമാശയ്ക്ക് എഴുതിയതാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് തൻ്റെ പോസ്റ്റ് അവസാനിപ്പിച്ചു. ഏതൊക്കെ പോയിന്റുകളെ പിന്തുണയ്ക്കുന്നുവെന്ന് വായനക്കാരോട് അഭിപ്രായം ചോദിക്കാൻ ക്ഷണിച്ചു. എനിക്കിതിൽ വളരെ നല്ല പോയിന്റായിട്ട് തോന്നിയത്
മയക്കുമരുന്ന് തുടച്ചു നീക്കാനുള്ള പ്രവർത്തനത്തിനായി പോലീസിന് ഫുൾ ഫ്രീഡം നൽകും എന്ന് പറഞ്ഞ പോയിൻ്റാണ് എനിക്ക് ഇതിൽ ഏറ്റവും നല്ല പോയിൻ്റായി തോന്നിയത്. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക.